ഇന്ന് കേവലം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്ന അതിപ്രധാനമായ ഒരു വിഷയമാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. യേശുവിന്റെ സ്നാനത്തിലെ തൃത്വം. നമുക്ക് ആ വാക്യം ഇങ്ങനെയാണ് വായിക്കാൻ ഇടയാക്കുന്ന. അനന്തരം 3-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ എവിടെ വന്നു? ഗലീലയിൽ നിന്ന് യോർദാൻ അക്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന ഉത്തരം പറഞ്ഞു. എന്നാറേ അവൻ യേശു ക്രിസ്തു അത് സമ്മതിക്കുവാൻ ഇടയായി. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, സ്വർഗത്തിൽ നിന്നും വന്ന ശബ്ദം അത് പിതാവിൻ്റെതാണ്. ആ ശബ്ദത്തിൽ മുഴങ്ങുന്ന ഒരേ ഒരു സന്ദേശം ഇതാണ്: യേശു എന്ന് പറയുന്ന ഈ സാധാരണ മനുഷ്യൻ സകല മനുഷ്യരിലും ഒരുവനെ പോലെ ജനിച്ച ഈ യേശു എന്ന മനുഷ്യൻ പുത്രൻ എന്ന യേശു പിതാവ് ഇവിടെ സംബോധന ചെയ്യുകയാണ്. പുത്രൻ എന്ന ഒരു സംബോധന ആര് ചെയ്യുന്നു? സ്വർഗത്തിൽ നിന്ന് ഒരു സംബോധന. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. വാസ്തവത്തിൽ ലോകം മുഴുവൻ അറിയണം യേശു പുത്രനാണെന്ന് എല്ലാവരും അറിയണം. അതിന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം മുഴങ്ങുവാനിടയായി. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശക്തമായൊരു മുഴക്കമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കിന്ന് രാത്രിയിൽ മനസ്സിലാക്കി തരുന്ന ഒരു സന്ദേശം ഇതാണ്: യേശുവിന്റെ സ്നാനം അവന്റെ ദൗത്യത്തിന്റെ ആരംഭത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ രക്ഷാ പദ്ധതി നിറവേറുകയാണ്. പിതാവിനോടുള്ള യേശു ക്രിസ്തുവിന്റെ താഴ്മയും കീഴ്പ്പെടലുമാണ് ഇവിടെ പ്രകടമാകുന്നത്. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഒരു മനുഷ്യൻ ദൈവത്തിന് കീഴ്പ്പെടണമെന്നും ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവനായി തീരണമെന്ന് തെളിയിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഇവിടെ സ്നാനമേൽക്കാൻ തയ്യാറാകുന്നു. യോഹന്നാൻ സ്നാപകൻ വിലക്കുകയാണ് ചെയ്തത്, അരുത്. കാരണം അവന് സത്യം അറിയാം, യേശുവിന് സ്നാനമേൽക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം യേശുവിൽ പാപമില്ല. ഇവിടെ പാപം ചെയ്യുന്നവരാണ് മാനസാന്തരപ്പെടേണ്ടത്. പാപം ചെയ്യുന്നവരാണ് രൂപാന്തരം സംഭവിക്കേണ്ടത്. അവരുടെ ഹൃദയത്തിനാണ് മാറ്റമുണ്ടാകേണ്ടത്. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് നന്നായിട്ട് അറിവുള്ള യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അരുത്, നീ വാസ്തവത്തിൽ ദൈവമെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നിന്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് യേശുവേ, നിന്നാലുള്ള സ്നാനം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക യോഹന്നാനെ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞ് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി എന്ന് തിരുവെടുത്ത് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കിതിന്റെ ഉൾക്കാഴ്ചകളിലേക്കൊന്ന് മടങ്ങി വരാം. പാപമില്ലാതിരുന്നിട്ടും യേശു ക്രിസ്തു സ്നാനമേൽക്കുവാൻ തന്നെത്താൻ താഴ്ത്തി. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വചനം പഠിക്കുന്നവർക്കറിയാം, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം എന്താണ് അവിടെ സംഭവിക്കുന്ന സംഭവം. സകല മനുഷ്യരും പാപികളാണ്. ഒരുവൻ പോലും നീതിമാനായിട്ടില്ല. അതുകൊണ്ട് പാപത്തിന്റെ ശക്തി എന്തുമായിക്കോട്ടെ, അത് പ്രലോഭനങ്ങളായിക്കോട്ടെ, പരീക്ഷകളായിക്കോട്ടെ, ഏത് നിലയിലുള്ള പാപത്തിന്റെ ശക്തികളെ ഫേസ് ചെയ്യുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ, ആ ശക്തിയെ അതിജീവിക്കുവാൻ ഇവിടെ യേശു ക്രിസ്തു തയ്യാറാകുക. അതാണ് തിരുവെടുത്ത് പറയുന്നത്,
പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഞാൻ തെളിച്ചു പറഞ്ഞു തരാം. എബ്രായ ലേഖനം 4:15 വായിക്കുമ്പോൾ അവിടെ വ്യക്തമാക്കുന്നുണ്ട്, മനുഷ്യത്വമായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ പൂർണ്ണമായ താതാത്മ്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുവാനത്രേ നമുക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? പാപമാണ്. പാപം. അതുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണം. അതുകൊണ്ട് പാപത്തിന്റെ ശക്തി എന്തെന്ന് നന്നായി തിരിച്ചറിയുവാൻ ആര് തയ്യാറായി? യേശുക്രിസ്തു തയ്യാറായി. വചനം പറയുന്നു, അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. എന്ന നമ്മുടെ ബലഹീനത അവൻ കണ്ട് അതിനോട് സഹതാപം കാണിപ്പാൻ തക്കവണ്ണം മഴിയാത്തവനല്ല എന്ന് തെളിയിച്ചുകൊണ്ട് യേശുക്രിസ്തു നമ്മളിൽ ഒരുവനായി മാറി. നമ്മളിൽ ഒരുവനായി പറഞ്ഞു കഴിഞ്ഞാൽ പക്ക മനുഷ്യനായി മാറി. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ ശക്തി അഭിമുഖീകരിക്കേണ്ടി വന്നു, വ്യഭിചാരത്തിന്റെ ശക്തി അഭിമുഖീകരിക്കേണ്ടി വന്നു, അധർമ്മത്തിന്റെ ശക്തി, അന്ധകാരത്തിന്റെ ശക്തി, ഇരുട്ടിന്റെ ശക്തി, തിന്മയുടെ ശക്തി, ഹല്ലേലൂയ, മറഞ്ഞു നിന്ന് പോരാടുന്ന എല്ലാ തൂത്ത ശക്തിയെ ആരഭിമുഖീകരിക്കാനിടയായി? എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കുന്നത് പോലെ യേശു അഭിമുഖീകരിക്കാനിടയായി. രോഗത്തിന്റെ ശക്തി, വെല്ലുവിളിക്കുന്ന ഏതു വിധേനയുള്ള സാത്താന്യ ശക്തികളെ മനസ്സിലാക്കുവാനും അതിനെ പ്രതികരിക്കുവാനും അതിനെ അഭിമുഖീകരിക്കുവാനും ആര് തയ്യാറായി? യേശു ക്രിസ്തു തയ്യാറായി. ഇവിടെ തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിന്റെ സ്നാനം അവന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭമാണ്. നീതി നിറവേറ്റപ്പെടുകയാണ്. ഭാവി മരണത്തിലേക്കും പുനരുത്ഥാനത്തിലേക്കും വിരൽ ചൂണ്ടുവാൻ തക്കണം ഇടയാകുകയാണ്. നിങ്ങൾ ഒന്ന് ഓർത്തു നിൽക്കണമേ, ഒരു വ്യക്തി സ്നാനമേൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു വ്യക്തി സ്നാനമേൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ആ വ്യക്തി സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മരണത്തിലേക്ക് നീങ്ങാൻ പോകുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിലുള്ള സകല ആത്മാവും ശക്തിയും ഒന്നുപോലെ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കാൻ, താഴ്മ ധരിച്ചിരിക്കാൻ അവൻ മരണത്തെ വെല്ലുവിളിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ തെളിച്ചു പറയാം. സ്നാനം എന്ന് പറയുന്ന ഒരു പദം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അവന്റെ ജീവിതത്തിനെ രക്തസാക്ഷിക്കായി അവനെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഏതു നിമിഷം അവൻ മരിക്കാൻ തയ്യാറാകണം. അവൻ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഇനി അവന്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തി യേശുവിൽ സ്നാനപ്പെടുമ്പോൾ അല്ലെങ്കിൽ പിതാവിന്റെ അനുഗ്രഹത്താൽ സ്നാനമേൽക്കുമ്പോൾ അവൻ രക്തസാക്ഷിയായി തീരാൻ തയ്യാറായിക്കോണമെന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ സ്നാനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് യേശു തന്റെ പരസ്യകാല ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവൻ തീരുമാനമെടുത്തു, പിതാവ് പറയുന്നത് ഞാൻ അനുസരിക്കും, പിതാവ് എന്തു പറയുന്നുവോ അത് ഞാൻ അനുസരിക്കും. അങ്ങനെ സമർപ്പിക്കപ്പെടാനിടയായി. എന്നാൽ അതിനപ്പുറത്ത് മറുവശം ഒരു അനുഗ്രഹമുണ്ട്, പുനരുത്ഥാനത്തിന്റെ അനുഗ്രഹം. അത് എനിക്കും മരണം നേരിട്ടാലും മരണം കൊണ്ട് എന്റെ ജീവിതം അസ്തമിക്കുന്നില്ല, അതിനപ്പുറത്ത് എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന ഒരു വിരൽ ഇവിടെ ചൂണ്ടുകയാണ്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു? അതുകൊണ്ട് ഇന്ന് തിരിച്ചറിയണം, പലർക്കും ഈ അനുഗ്രഹം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പലർക്കും ഈ അനുഗ്രഹം ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ഈ അനുഗ്രഹം ലഭിച്ചിട്ടും വേണ്ടും പോലെ വലിയ പ്രയോജനമില്ലാത്ത അവസ്ഥകളും ഉണ്ട്. എന്നാൽ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊള്ളണം, സ്നാനം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത് ഒരുവൻ ദൈവത്തിന് കീഴടങ്ങാൻ പോകുന്ന ഒരു മഹത്തായ ഘടകമാണ്. ദൈവം എന്തു പറയുന്നുവോ അതിനെ പൂർണ്ണമായി അനുസരിക്കാൻ തയ്യാറാകുന്ന മഹത്തായ ഒരു ധർമ്മമാണ്. വിശുദ്ധ ബൈബിൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ
നാം പഠിക്കുമ്പോൾ 3 മുതൽ 4 വരെയുള്ള വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടും ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും പലരും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോട് ഏകീഭവിക്കും. എന്താണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്? സ്നാനം എന്ന് പറയുന്നത് നാം മരണത്തെ സ്വാഗതം ചെയ്യാൻ പോകുകയാ എന്നാണ്. സ്നാനം എന്ന് പറയുന്നത് മറ്റൊരു വശം നാം ഉയർത്തെഴുന്നേൽക്കാൻ കൂടെ പോകുകയാണ്. ഈ 2 ദൗത്യത്തിന്റെ നടുവിലാണ് ഈ സ്നാനം എന്ന മഹത്തായ ധർമ്മം ഇവിടെ നിവൃത്തിയാക്കപ്പെടുന്നത്. ഒരിക്കൽ കൂടെ വിശുദ്ധ കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. വെള്ളത്തിൽ നിന്ന് കയറുന്നത് അനുസരണത്തെയും പ്രിയരെ സന്നദ്ധതയും പ്രതിഫലിപ്പിക്കുകയാണ്. യേശു പൂർണ്ണമായ കീഴടങ്ങളോട് തന്റെ ദൈവിക ദൗത്യത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കാര്യങ്ങളിലൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. കലങ്ങി മറിഞ്ഞു വരുന്ന യോർദാന്റെ നദിയിൽ യേശു എന്തിനാണ് സ്നാനമേൽക്കുന്നത്? ഒരു സ്നാനത്തിന്റെ ആവശ്യകത വല്ലതുമുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഈ വെള്ളത്തിൽ ഇറങ്ങിയ ഒരു സ്നാനത്തിന്റെ ധർമ്മം എന്തുകൊണ്ട് യേശുവിൽ നിവൃത്തീകരിക്കപ്പെടുന്നു? അവിടെ വിലക്ക് വന്നതല്ലേ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞുവല്ലോ, നീ സ്നാനമേൽക്കേണ്ടവനല്ല, നിന്നാലാണ് ഞങ്ങൾക്ക് സ്നാനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിലുള്ള സ്നാനമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളാണ് മാനസാന്തരപ്പെടേണ്ടത്, ഞങ്ങളാണ് നന്നായി വരേണ്ടത്, ഞങ്ങളാണ് രൂപാന്തരപ്പെടേണ്ടത്, ഞങ്ങളാണ് ഞങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് യഥാർത്ഥമായ ദൈവത്തിന്റെ വഴി തെരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങളാണ് സ്നാനമേൽക്കേണ്ടത് എന്ന് യോഹന്നാൻ സ്നാപകൻ പറയാനിടയായി. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങളിൽ ഒരുവനെ പോലെ ആയിത്തീരാനാ. എത്ര ശ്രേഷ്ഠമേറിയ പദവിയാണ്! സ്വർഗത്തിലെ ദൈവം തന്റെ മഹത്വവും പ്രതാപവും വൈഭവവും അധികാരവും ശക്തി എല്ലാം വെടിഞ്ഞ് നമ്മളിൽ ഒരുവനാകുന്നു. ഹല്ലേലൂയ! നമ്മളെ പോലെ ഒരുവനാകുന്നു. വികാരമുള്ള മനുഷ്യനായി മാറുന്നു. ആഹാരം കഴിക്കാനും കുടിക്കുവാനും ഉറങ്ങുവാനും വിശ്രമിക്കുവാനും പണിയെടുക്കാനും ഒക്കെ നമ്മളെ പോലെ അധ്വാനശീലനായി മാറുവാൻ യേശു തയ്യാറാകുന്നു. വിശുദ്ധ കാര്യങ്ങൾ ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ! ഒരു ദൈവം മനുഷ്യനായി മാറുന്നു എന്ന് പറയുന്ന ആ സംഭവ വികാസം അത്ര പെട്ടെന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പ്രിയരെ. ഒരു ദൈവം നമ്മളിൽ ഒരുവനാകുന്നു എന്ന് പറയുന്ന ആ പ്രതിഭാസം അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു നമ്മളിൽ ഒരുവനായി മാറുകയാണ്. പിതാവൻ പറയുന്നത് അനുസരിക്കുവാൻ, താഴ്മ ധരിക്കുവാൻ, വിധേയപ്പെടുവാൻ, ക്രൂശിക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോഴും അവിടെ വരെയും അനുസരണത്തോട് ജീവിക്കാൻ തയ്യാറാകുകയാണ്. വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഇത് ഇത്ര ഗഹനമായ വിഷയമാണ്. എങ്കിലും നിങ്ങൾ ക്ഷമയോടെ പ്രാർത്ഥനയോടെ കേട്ടാട്ട് കുറച്ച് വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പുസ്തകത്തിൽ 42-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം 1-ാം വചനം. അവിടെ ദൈവത്തിന്റെ പുത്രനും അതായത് ദാസനും എന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരു ദാസനായി മാറുന്നു, ഒരു അടിമയായി മാറുന്നു, ഒരു സെർവന്റായി മാറുന്നു, ഒരു സേവകനായി മാറുന്നു. അപ്പൊ ഒരു മനുഷ്യൻ മനുഷ്യാവതാരം എടുത്തിട്ട് അവൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാകുന്നു, അവൻ ത്യാഗം സഹിക്കാൻ ബാധ്യസ്ഥനാകുന്നു. യേശു പാപികളിൽ നിന്നും വേറിട്ട് നിൽക്കാതെ അവൻ സകല മനുഷ്യരോടൊപ്പം നീങ്ങാൻ അവൻ തയ്യാറാകുന്നു. അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നു. സ്നാനത്തിൽ നാം ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അവന്റെ മരണത്തോട് ഏകീഭവിക്കുകയാണ്. സ്നാനത്തിൽ നാം ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അവന്റെ ശവസംസ്കാരത്തോട് ഏകീഭവിക്കുകയാണ്. സ്നാനത്തിൽ നാം ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അവന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുകയാണ്. നാം അവനോടൊപ്പം പരസ്യമായി മാറുകയാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്ന ഒരു പദവി നമുക്കുണ്ടാകുക എന്ന് പറയുന്നത്
നമ്മോടൊപ്പം ദൈവം വസിക്കുന്നു എന്ന് പറയുന്ന ഒരു പദവി എത്ര ശ്രേഷ്ഠമേറിയ ഒരു അനുഭവമാണ്. യേശു ക്രിസ്തു ഇവിടെ അനുസരണത്തെയാണ് മാതൃകയാക്കുന്നത്. തനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് എങ്കിൽ പോലും പിതാവിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങി യഥാർത്ഥ പുത്രത്വം പ്രകടമാക്കുവാൻ ഇവിടെ യേശു തയ്യാറാകിയാണ്. സ്വർഗത്തിൽ നിന്ന് എന്താണ് ശബ്ദം മുഴങ്ങിയത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് വെറും പ്രതീകാത്മകമായ ഒരു അനുഭവമല്ല. ഇത് ദൈവത്തിന്റെ ശക്തിയെയും അവന്റെ സ്വഭാവത്തെയും അവനിലുള്ള ദിവ്യമേറിയ അനുഗ്രഹത്തെയും വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം എന്താണ് പറയുന്നത്? 3:13 മുതൽ 17 വരെ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ദൈവത്താൽ പ്രസാദിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആര്? യേശു ക്രിസ്തു. അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവൻ ദൈവത്തിന്റെ ദാസനാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, യേശു നാമത്തിൽ സ്തോത്രം, 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 സ്തോത്രം. ഇനി ഈ സ്നാനത്തിന് അതിന്റെ യഥാർത്ഥ തനതായ തത്വം എന്താണ് നമുക്കൊന്ന് തിരിച്ചറിഞ്ഞാട്ട്. യേശുവിന്റെ സ്നാന സമയത്ത് പിതാവിന്റെ ശബ്ദത്താൽ അവ ഇവിടെ സമ്പൂർണമാക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ എന്നുള്ള പദവിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പുത്രൻ എന്നുള്ള പദവിയിലേക്ക് മാറിയെങ്കിൽ സകല മനുഷ്യരും പുത്രന്മാരാകുമെന്ന ഒരു ദൈവിക സന്ദേശം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സകല മനുഷ്യരും പാപികളായിരിക്കെ അവർ ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായി മാറുവാൻ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ഘടകത്തിലേക്ക് മാറുന്നു എന്ന് ഈ സ്നാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്വർഗത്തിലെ ശബ്ദമാണ് സ്നാനമേറ്റ ഉടനെ യേശുവിൽ വന്ന് പതിഞ്ഞത്. എന്താണ് പതിഞ്ഞ ശബ്ദം? ഇവൻ എന്റെ പ്രിയപുത്രൻ. പ്രൈസ് ദി ലോർഡ്. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ പുത്രന്മാരും പുത്രിമാരും എന്ന ഒരു മഹത്തായ പദവിക്ക് നാം ഓരോരുത്തരും പാത്രീഭൂതരാകണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മഹത്തായ ഘടകമാണ് യേശു നിവർത്തീകരിച്ച ഈ സ്നാനം എന്ന അതിപ്രധാനമായ ശബ്ദം, അതിപ്രധാനമായ ഈ ഘടകം, അതിപ്രധാനമായ ഈ സനാതനമായ ഈ ധർമ്മം എന്ന് നാം മറന്നു പോകരുത്. വിശുദ്ധ കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും ദൈവത്തിന് നന്ദി പറഞ്ഞാൽ. അപ്പം യേശുവിൽ തൃത്വം വെളിപ്പെടുന്നു, പിതാവിന്റെ അനുഗ്രഹം വരുന്നു, പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം വരുന്നു. പിതാവിന്റെ ശബ്ദത്തിൽ മുഴങ്ങിയിരിക്കുന്ന വചനം ഇങ്ങനെ പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. ആമേ. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം, തൃത്വത്തിന്റെ സാന്നിധ്യം ഇവിടെ സ്നാനത്തിൽ വെളിപ്പെടുന്നു എന്ന് ശക്തവും വ്യക്തവുമായ ഭാഷയിൽ ഈ തിരുവെടുത്ത് നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നാനം യേശുവിനെ എന്താക്കി മാറ്റി? ഒരു ദിവ്യ പുത്രനാക്കി മാറ്റി. അത് തീർന്നില്ല, ഒരു കത്തപ്പെടുന്ന ദാസനാക്കി മാറ്റി. ആമേ. ദൈവത്തിന്റെ ദാസനായ ആമേ യേശു ക്രിസ്തു എന്ന ഒരു അനുഗ്രഹത്തിലേക്ക് മാറുകയാണ്. ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ, സ്നാനം എന്ന് പറയുന്നത് യഥാർത്ഥമായി ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. സ്നാനം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ യഥാർത്ഥമായി യേശു ക്രിസ്തുവിനോടുകൂടെ പുനരുത്ഥാനത്തിലേക്ക് മാറുക എന്നുള്ളതാണെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൂർണ്ണതയുള്ള പുത്രനായ യേശു, ദൈവത്തിന്റെ പൂർണ്ണതയുള്ള പുത്രനായ യേശു പിതാവിൽ നിന്നുള്ള ആ അനുഗ്രഹം ഇവിടെ ഏറ്റുവാങ്ങുകയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയാണ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുകയാണ്, ദൈവത്താൽ സന്തോഷിക്കുകയാണ്. ആര്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ, നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? നാം ദൈവത്താൽ സന്തോഷിക്കുന്നു എന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? യഹോവ എന്റെ ഓഹരി എന്ന്, യഹോവ എന്റെ അവകാശമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്? ഞാൻ എന്റെ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ മകനാണ്, മകളാണ് എന്ന് ഹൃദയത്തിന്റെ അകത്തളത്തിന് നന്ദിയോടെ എത്ര പേർക്ക് പറയാൻ കഴിയുന്നുണ്ട്? എന്നാൽ ഇവിടെ തിരിച്ചറിയ, യേശു ക്രിസ്തുവിൽ
ദൈവത്തിന്റെ പൂർണ്ണത വെളിപ്പെടുന്നു. യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ പൂർണ്ണത വെളിപ്പെടുന്നു. അത് തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന വ്യക്തിയായി മാറി, ദൈവത്താൽ സന്തോഷിക്കുന്ന വ്യക്തിയായി മാറി, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയായി മാറി എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. വാസ്തവത്തിൽ യേശുവിനെ പശ്ചാത്തപിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ പാപിയാണ്, ഞാൻ കഴിഞ്ഞ നാളുകളിൽ പാപം ചെയ്തു എന്ന് പറഞ്ഞൊക്കെ പശ്ചാത്തപിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവന്റെ ജനനവും വളർച്ചയും തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ആത്മാവിൽ വളർന്നു, അവൻ ശക്തിയിൽ ബലപ്പെട്ടു, ആത്മാവും ശക്തിയും ജ്ഞാനവും നിറഞ്ഞവനായി ദൈവത്തിന്റെ കൃപ അവൻ യേശുവിൽ അനുഭവിച്ചു വളർന്നു എന്നാണ്. അങ്ങനെ ആത്മാവും ജ്ഞാനവും ദൈവകൃപയുള്ള ഒരുവനിൽ ഒരിക്കലും പാപം പ്രവേശിക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, നാം ദൈവത്തിന്റെ ആത്മാവിലും ജ്ഞാനത്തിലും ശക്തിയിലും വളർന്നു വരുമ്പോൾ നമ്മളിൽ ഈ ലോകത്തിന് ഒരു ശക്തിയും നമ്മളെ തോൽപ്പിക്കാൻ കടന്നു വരികയില്ല. രോഗത്തിന്റെ ശക്തി വരാം, അന്ധകാരത്തിന്റെ ശക്തി വരാം, പ്രലോഭനത്തിന്റെയും പരീക്ഷയുടെയും ദുർമാർഗത്തിന്റെയും അധർമ്മത്തിന്റെയും കോപത്തിന്റെയും വ്യഭിചാരത്തിന്റെയും പരദൂഷണത്തിന്റെയും സകല ശക്തികളും നമുക്ക് വെല്ലുവിളിയായി വരാം. എന്നാൽ ആത്മാവും ജ്ഞാനമുള്ളവൻ, ദൈവകൃപയുള്ളവൻ, ദൈവിക അഭിഷേകമുള്ളവൻ, അതിന്മേലൊക്കെ അവൻ ജയമെടുക്കും എന്നുള്ള ആ നഗ്നമായ സത്യം നമ്മുടെ ഹൃദയത്തിൽ കുറിക്കൊള്ളട്ടെ. ഹലോ, വിശുദ്ധ കരങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മളിൽ ഒരുവനെ പോലെയായി തീർന്നു. അങ്ങ് വേറിട്ട് നിന്നല്ല, കൂടെ നിന്നു. അതുകൊണ്ട് കൂടെ നിന്നാൽ എന്താ നമുക്ക് ലഭിക്കുന്നത്? രക്ഷ ലഭിക്കും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, യേശുവിനോട് കൂടെ നിന്നാൽ നമുക്ക് എന്ത് ലഭിക്കും? രക്ഷ ലഭിക്കും. ഒരിക്കൽ കൂടെ, യേശുവിനോട് കൂടെ നിന്നാൽ എന്ത് ലഭിക്കും? രക്ഷ ലഭിക്കും. രക്ഷ നമ്മുടെ ഹൃദയത്തിൽ തുടരുകയാണ്. യേശുവിനോട് കൂടെ നിൽക്കുമ്പോൾ നാം രക്ഷപ്പെട്ടോ എന്ന് പറയണമെങ്കിൽ എവിടെ ചൊല്ലണം? അങ്ങ് സ്വർഗത്തിൽ ചെല്ലണം. എത്ര പേർക്ക് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇപ്പോൾ യേശുക്രിസ്തുവിൽ നാം രക്ഷപ്പെടുകയാണ്. എങ്ങനെ? വിശ്വാസത്തോടെ. പൂർണ്ണമായ ഒരു രക്ഷപ്പെടൽ. ഈ ലോകം വിട്ട് നാം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ യഥാർത്ഥമായി രക്ഷപ്പെട്ടിരിക്കുന്നു, രക്ഷപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധൈര്യത്തോടെ നിന്റെ നാഥനെ, അല്ലെങ്കിൽ നമ്മുടെ നാഥനെ, യേശുവിനെ ചേർത്ത് നിർത്തി ജീവിച്ചു കൊള്ളണം. അവന്റെ ആത്മാവിലും അവന്റെ ശക്തിയിലും അവന്റെ ജ്ഞാനത്തിലും നാം പൂർണ്ണമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളിൽ പാപം കടന്നു വരത്തില്ല. നമ്മളിൽ ഒരു ദുഷ്ടശക്തിയും പ്രവർത്തിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇവിടെ അതിന് യേശു മാതൃകയായി മാറി. പിതാവിന്റെ വാക്കനുസരിച്ച് കേവലം അവൻ യോർദാൻ നദിയിൽ വെള്ളത്തിൽ അവൻ ഇറങ്ങി സ്നാനമേൽക്കാനിടയായി. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്ന നമുക്ക് ഉചിതമെന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാം വചനം എന്താണ് പറയുന്നത്? പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. എബ്രായർ 2:17 അവനെ സകലത്തിലും ഹല്ലേലൂയ തന്റെ സഹോദരന്മാരെ പോലെ അവനാക്കി തീർത്തു. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. നാം യേശുക്രിസ്തുവിനാൽ ജഡരക്തങ്ങളായി തീർന്ന നമ്മള് അഥവാ സഹോദരന്മാരായി തീർന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എത്ര ശ്രദ്ധമേറിയ പദമാണ്. ഇന്ന് നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് യേശുവിനെ പുതിയ ആദാമായിട്ടാണ് തിരിച്ചറിയുന്നത്. നമ്മളൊക്കെ പറയുന്നു നമ്മളൊക്കെ ആദാമിന്റെ മക്കളാണ്, ഹൗവായുടെ മക്കളാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ഒന്നാം ആദാം എന്ന് പറയുന്നത് പാപം ചെയ്ത ആദാമാണ്. അവന് ഉണ്ടായ സകല സന്തതികളും പാപം ചെയ്തു. എന്നാൽ യേശു എന്ന രണ്ടാം ആദാം അല്ലെങ്കിൽ പുതിയ ആദാം നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. നാം യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരായി മാറുകയാണ്. യേശുക്രിസ്തുവിൽ നാം മക്കളാകുകയാണ്. പിതാവിനാൽ അനുഗ്രഹത്തോടെ യേശുക്രിസ്തുവിനാൽ നാം പുത്രന്മാരായി മാറുകയാണ്. ഈ ശ്രേഷ്ഠമേറിയ പദവിയിലേക്ക് ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യേശു വന്നത് കുറ്റം വിധിക്കാനല്ല, വീണ്ടെടുക്കാനാണ് വന്നത് യേശു ക്രിസ്തു. നമ്മൾ അതാ പഠിച്ചത്. യേശു ആരാണ്? റെഡീമറാണ്, മീഡിയേറ്റർ ആണ്. അവൻ വീണ്ടെടുക്കാൻ വന്നവനാണ്. തകർന്ന ലോകത്തിലേക്ക് യേശു ക്രിസ്തു ഇതാ കാലെടുത്ത് വെച്ചിരിക്കുന്നു, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ.
നമ്മുടെ അരികിൽ നിൽക്കാൻ യേശു ലജ്ജിക്കുന്നില്ല പ്രിയരെ. നമ്മൾ കുഴപ്പത്തിലേക്ക് പ്രവേശിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് കുഴപ്പത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മളെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം? യേശു ക്രിസ്തുവിന്റെ ധർമ്മം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കുന്ന യേശു ക്രിസ്തു അത്രേ നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രിയിൽ വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി നാം സമ്മതിച്ച് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. യേശു എന്താ പറയുന്നത്? യോഹന്നാൻ സ്നാപകനോട് അതെ, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അനുസരണമാണ് യേശുവിന്റെ ജീവിതത്തെ ഭരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ എന്റെ സമയം തീരുകയാണല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിതാവിങ്കിൽ നിന്നുള്ള അനുസരണം നമുക്ക് ആവശ്യമാണ്. പിതാവ് എന്ത് പറയുന്നുവോ അതനുസരിക്കുവാൻ നാം തയ്യാറായിക്കൊള്ളുക. ദർശനത്തിലൂടെ, വചനത്തിലൂടെ ആത്മാവ് നിരന്തരം നമ്മുടെ ഹൃദയത്തെ ഹേമിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത്, അനുസരിച്ചുകൊള്ളണം. സുവിശേഷ വേലയ്ക്ക് സമർപ്പണമുള്ളവർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ ഹൃദയവും മനസ്സും തയ്യാറാകണം. ആത്മീകമായ ഉന്നതിയിലേക്ക്, ആത്മീകമായ പ്രവൃത്തിയിലേക്ക് നാം മുന്നോട്ട് വരണം. സ്വർഗത്തിലെ ദൈവം ഈ നാളുകളിൽ എന്നെ നിങ്ങളെയും ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കുന്നു എന്ന് നാം തിരിച്ചറിയട്ടെ. പ്രായം ദൈവത്തിനൊരു തടസ്സമല്ല. പഴയ നിയമത്തിൽ കാലേബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വളരെയധികം വാർദ്ധക്യം ചെന്നു. ആ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് പണ്ടത്തെ പോലെ ആരോഗ്യം ഇന്നുമുണ്ട്. ഹല്ലേലൂയ. എങ്കിലും പിതാവ് എന്തു പറയുന്നു അതനുസരിക്കാൻ കാലേബ് എന്ന് പറയുന്ന അപ്പച്ചൻ തയ്യാറായി. എത്ര വലിയ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ആമെ അതിജീവിക്കുവാൻ, അനേക രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാൻ ഇനിയും എനിക്ക് കഴിവുണ്ട്, ശക്തിയുണ്ട് എന്നാണ് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന കാലേബ് പറയാനിടയായി. ഇന്ന് പകൽ എനിക്ക് വയസ്സ് 50 60 80 90 എന്നൊക്കെ നമ്മുടെ വയസ്സ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം. ആ വയസ്സും ആ പ്രായമൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അകത്തളത്ത് ജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയുള്ള സൃഷ്ടായുസ് നന്ദിയോടെ യേശുവിനെ പ്രസന്റ് ചെയ്യണം. യേശു ക്രിസ്തുവിനെ ഉയർത്താൻ എത്ര പേര് രാത്രി തയ്യാറാണ്? പ്രൈസ് ദി ലോർഡ്. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ജീവിതം കൊണ്ട്, സ്വഭാവം കൊണ്ട്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കൊണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മറ്റുള്ളവരുടെ നടുവിൽ യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. തുടർന്ന് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പിന്നെയും പഠിക്കാം. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹവും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അല്പനിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാണ്. എനിക്ക് മണിക്കൂറുകളോളം ഇരുന്ന് ദൈവവചനം പ്രസംഗിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ദൈവം എനിക്ക് ആരോഗ്യം നൽകുന്നുവെങ്കിൽ. പക്ഷെ നിങ്ങളുടെയൊക്കെ സമയം ഞാൻ മാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെയൊക്കെ ആ വിലപ്പെട്ട സമയം വചനം കേൾക്കാൻ വേർതിരിക്കുന്നു. അത് തന്നെ ഞാൻ ദൈവത്തിന് വളരെ നന്ദി പറയുക. അതുകൊണ്ട് തിരിച്ചറിയുക, സ്നാനമെന്ന ആ ശ്രേഷ്ഠമേറിയ പദം നമുക്ക് അങ്ങോട്ടും പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. കാരണം യേശുവിന് അതിന് ആവശ്യമില്ല എങ്കിൽ പോലും യേശു അത് സ്വീകരിക്കുവാൻ തയ്യാറായി. കാരണം തൃത്വം ഈ സ്നാനത്തിൽ വന്ന് പതിയുവാനിടയായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശ്രേഷ്ഠമേറിയ ഒരു അനുഗ്രഹം ഈ സ്നാനമെന്ന മഹത്തായ ധർമ്മത്തിൽ വന്ന് പതിയുവാനിടയായി. അതുകൊണ്ട് ഒരു മനുഷ്യൻ തന്റെ ധർമ്മം നിവർത്തീകരിക്കുന്നുവെങ്കിൽ അവ സ്നാനമെന്ന മഹത്തായ ഘടകം സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ആ സ്നാനമെന്ന ധർമ്മം സ്വീകരിക്കുന്നത് കൊണ്ട് അവൻ അറിയുന്ന ഒരു സത്യമുണ്ട്: ഞാൻ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കും. എന്നാൽ കേവലം യേശുവിന് വേണ്ടി ഒരു മരണം മാത്രമല്ല എനിക്ക് ലഭിക്കാൻ പോകുന്നത്. യേശു ക്രിസ്തുവിലൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു പുനരുത്ഥാനം കൂടെ പ്രാപിക്കാൻ പോവുക. ആമേൻ. ഈ വചനങ്ങളെ കത്താൻ നമ്മൾ അനുഗ്രഹിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ നല്ല രാത്രിക്കായി നന്ദി പറയുന്നു. കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് അവിടുത്തെ തൃത്വത്തിന്റെ സാന്നിധ്യം ഞങ്ങളിൽ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം ഞങ്ങളിൽ നിറപടിയായി ദിനം തോറും ഞങ്ങളുടെ കൂടെ വരണമേ. ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമാണ്. അങ്ങേക്ക് വേണ്ടി മരിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ സമയവും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങളുടെ ശിഷ്ടായുസ് ഞങ്ങളുടെ ജീവിതത്തെ ലജ്ജിപ്പിക്കരുതേ. ഞങ്ങളുടെ ശിഷ്ടായുസ് അങ്ങയിൽ പ്രസാദിപ്പിച്ച് ഞങ്ങൾ സന്തുഷ്ടരായി മാറുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്.
എല്ലാ ജനത്തെ അനുഗ്രഹിച്ചാട്ട് ദൈവവചനം കേൾവിക്കായി എല്ലാവരും ഒരുക്കിയതിനായി നന്ദി, നന്ദി പിതാവേ. മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച സകല വിശുദ്ധ മേൽ കൂടി വന്ന സകല ജനത്തിന്റെ മേൽ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധകരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ആമേൻ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും വെള്ളിയാഴ്ച 7:45. ഗോഡ് ബ്ലെസ് യു.